നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നു. ഒക്ടോബർ 1 മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ അനുവദിക്കില്ല. പൊതുജനങ്ങളും വ്യാപാരികളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ. ഒക്ടോബർ 15 മുതൽ പരിശോധനയും നടപടിയും ഉണ്ടാകും. അട്ടപ്പാടിയിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി. ഷോളയൂർ തേക്കുമുക്കിയൂരിലെ വള്ളി കൊല്ലപ്പെട്ട കേസിലാണ് രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് മണ്ണാർക്കാട് SC/ST കോടതി കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യത്തുങ്കര സ്വദേശി മുഹമ്മദ് ഷെറീഫാണ് വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റിലായത്. നെല്ലായ പഞ്ചായത്ത് അംഗമായിരിക്കെ കുടിവെള്ള വിതരണത്തിന് കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായതായി N ജനാർദ്ദനും ലീഗ് നേതാവ് മേലാടയിൽ വാപ്പുട്ടിയും. തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഇതോടെ വ്യക്തമായെന്നും നേതാക്കൾ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധം. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒക്ടോബർ 1 മുതൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ അനുവദിക്കില്ല. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. പാത്രങ്ങളിലും സഞ്ചികളിലും സാധനങ്ങൾ വാങ്ങണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. മലപ്പുറം ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരായ നടപടികൾ കർശനമാക്കി. ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലെല്ലാം ഒക്ടോബർ 1 മുതൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് തീരുമാനിച്ചത്. നടപടികളുമായി പൊതുജനങ്ങളും ഉപഭോക്താക്കളും വ്യാപാരികളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അഭ്യർത്ഥിച്ചു. ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും പാർസൽ വിതരണത്തിന് ഒക്ടോബർ 1 മുതൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് കളക്ടർ വിളിച്ചു ചേർത്ത വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ നിർദ്ദേശം നൽകി. സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽക്കാനോ സൗജന്യമായി നൽകാനോ പാടില്ല. ആവശ്യക്കാർക്ക് തുണിസഞ്ചി പോലെ ബദൽ സംവിധാനങ്ങൾ വിലയ്ക്ക് വാങ്ങാം. ഹോട്ടലുകളിൽ പാർസൽ വിതരണത്തിന് കവറുകൾക്ക് പകരം പാത്രങ്ങൾ ഉപയോഗിക്കണം. പാത്രങ്ങൾ കൊണ്ടുവരാത്തവർക്ക് ഡെപ്പോസിറ്റ് വ്യവസ്ഥയിൽ പാത്രങ്ങൾ ലഭ്യമാക്കാവുന്നതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഒക്ടോബർ 15 മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അട്ടപ്പാടിയിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. ഷോളയൂർ തേക്കുമുക്കിയൂരിലെ വള്ളി കൊല്ലപ്പെട്ട കേസിലാണ് രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തിയത്. 2014 ഒക്ടോബർ 8 രാത്രി 7 മണിയോടെയാണ് 40-കാരിയായ വള്ളി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. മദ്യപിച്ചെത്തിയ രംഗസ്വാമി വടിയും പാറ പൊട്ടിക്കുന്ന കൂടവും ഉപയോഗിച്ച് കാലിലും വയറിലും നെഞ്ചിലും തലയിലും അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശരീരത്തിൽ 45 മുറിവുകളുണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. വള്ളിയെ ആക്രമിക്കുന്നത് അയൽക്കാർ കണ്ടെങ്കിലും ആരെയും അടുക്കാൻ രംഗസ്വാമിയെ അനുവദിച്ചില്ല. രാത്രിയോടെ വള്ളി മരിച്ചു. പിന്നീടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇരുവരും ആദ്യ വിവാഹ ബന്ധം ഒഴിവാക്കി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ആദ്യ വിവാഹത്തിൽ ഇരുവർക്കും കുട്ടികളുണ്ട്. വള്ളിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കൂടത്തിൽ നിന്ന് ലഭിച്ച മുടി വള്ളിയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. കൃത്യം നടത്തുന്ന സമയത്ത് രംഗസ്വാമി ധരിച്ചിരുന്ന വസ്ത്രത്തിലെ രക്തം വള്ളിയുടേതാണെന്നും പരിശോധനയിൽ വ്യക്തമായി. കേസിൽ 29 സാക്ഷികളിൽ 20 പേരെ വിസ്തരിച്ചു. വാദം പൂർത്തിയായ കേസിൽ വിധി പറയുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജഡ്ജി ജോമോൻ ജോൺ അറിയിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് P. ജയൻ ഹാജരായി. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സഹോദരിക്ക് നീതി ലഭിച്ചതായും വള്ളിയുടെ അനുജത്തി ലക്ഷ്മി പറഞ്ഞു. ചേച്ചി പിന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ രാത്രിയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ സംഭവം നടന്നപ്പോൾ രാവിലെയാണ് എനിക്ക് എത്താൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് ചേച്ചി മരിച്ചു കിടക്കുന്നത്. രക്തത്തിൽ കുളിച്ചിട്ടാണ് ഇങ്ങനെ കിടന്നത്. എല്ലാ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഭർത്താവ് രംഗസ്വാമി ആയിരുന്നു അത് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു. ആദ്യത്തെ ഭർത്താവ് 2 കുട്ടികൾ, അവർ വേറെ താമസിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭർത്താവ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇവർ അവിടെ നിന്ന് വേറെ മാറിയാണ് താമസിച്ചിരുന്നത്. തേക്കുമുക്കിയൂരിലാണ് അവർ താമസിച്ചത്. സർക്കാർ ഒരു വീട് കൊടുത്തു. ആ വീട്ടിലാണ് ഇവരുടെ താമസം. ആ വീട്ടിൽ തന്നെയാണ് ഈ സംഭവം നടന്നത്. കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ അടുത്തുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ. നമ്മൾ ദൂരെ, എൻ്റെ വീട് ദൂരെയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആൾക്കാർ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞത്.
തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യത്തങ്കര താഴ്ത്തിയതിൽ വീട്ടിൽ മുഹമ്മദ് ഷെരീഫാണ് അറസ്റ്റിലായത്. കാപ്പ നിയമം നിലനിൽക്കെ വിലക്ക് ലംഘിച്ച് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ച പ്രതി മുഹമ്മദ് ഷെരീഫിനെ ബുധനാഴ്ച രാവിലെയാണ് ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് ലംഘിച്ച് മുഹമ്മദ് ഷെരീഫ് വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പ്രതിക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ മറ്റുത്തരവുകളൊന്നും തന്നെയില്ല. മുൻപും ഇതേ കേസിൽ മുഹമ്മദ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കാപ്പ നിയമം നിലനിൽക്കെ വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് പ്രതിക്കെതിരെ കേസെടുത്തതായും പോലീസ് പറഞ്ഞു. നെല്ലായ പഞ്ചായത്ത് അംഗമായിരിക്കെ കുടിവെള്ള വിതരണം നടത്തിയതിന് കരാറുകാരനിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിൽ കോടതിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂല വിധി ഉണ്ടായതായി ആരോപണ വിധേയരായ എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും. തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് ഇതോടെ വ്യക്തമായതായും എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2019 നവംബറിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിരിക്കുന്നതെന്ന് എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങൾ കൈക്കൂലിക്കാരാണ് എന്ന തരത്തിലാണ് കേസിലെ എതിർകക്ഷികൾ സമൂഹത്തിൽ പ്രചാരണം നടത്തിയത്. ഇതിനുവേണ്ടി വ്യാജമായി ഒരു ടെലിഫോൺ സംഭാഷണം തന്നെ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചു. ഇതിനെതിരെ നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടതിയിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട കക്ഷികളെല്ലാം വിസ്തരിച്ചും രേഖകൾ പരിശോധിച്ചുമാണ് മാനനഷ്ടക്കേസിൽ തങ്ങൾക്കനുകൂലമായ വിധി കോടതിയിൽ നിന്നും വന്നിരിക്കുന്നതെന്നും എൻ ജനാർദ്ദനും ലീഗ് നേതാവായ മേലാടയിൽ വാപ്പുട്ടിയും ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൊയ്തീൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഞാനും മേലാടയിൽ വാപ്പുട്ടിയും കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് പടച്ചുവിട്ടത്. ആ വാർത്ത നിങ്ങൾക്കൊക്കെ എത്തിച്ചു തരികയും നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഔദ്യോഗിക പിൻബലം കിട്ടാൻ വേണ്ടി നെല്ലായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ അവിടെ വാർഡ് മെമ്പറായിരുന്ന ജ്യോതി ഒരു പരാതി രേഖാമൂലം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. അപ്പോൾ അത്തരത്തിലൊരു ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ അതിനൊരു വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് എന്ന് ഞാനും വാപ്പുട്ടിയും ഉൾപ്പെടെ ആ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി തീരുമാനമാക്കി എന്നല്ലാതെ അത്തരത്തിലുള്ളൊരു വിജിലൻസ് അന്വേഷണത്തിന് ഭരണസമിതി തയ്യാറായില്ല. ഇവിടെ ചെയ്തത് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്ന ജ്യോതിയും ജ്യോതിയുടെ ഭർത്താവ് ചോലയിൽ ബാബുവും അതുപോലെ തന്നെ കുടിവെള്ള വിതരണക്കാരൻ മൊയ്തീൻ എന്ന് പറയുന്ന കക്ഷിയും അവരൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ സംഭാഷണം നടത്തുകയാണ്. അവർ പരസ്പരം ഫോൺ സംഭാഷണം നടത്തി മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതുപോലെ ബാബു മൊയ്തീനോട് ചോദിക്കുകയാണ്, ജനാർദ്ദന് പൈസ എത്രയാണ് കൊടുത്തത്? അപ്പോൾ മൊയ്തീൻ അതിന് മറുപടി എന്നോണം 10,000 രൂപ കൊടുത്തു എന്ന് പറയുന്നു. വാപ്പുട്ടിക്ക് എത്രയാണ് കൊടുത്തത്? അതിനും ഒരു മറുപടി എന്നോണം. ഇതൊക്കെ മുൻകൂട്ടി പ്രീ പ്ലാൻഡ് തിരക്കഥയാണ്. അങ്ങനെ അവർ തമ്മിൽ സംഭാഷണം നടത്തി ആ വോയിസ് ബാബുവിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് ഞങ്ങൾ നടത്തിയ അഴിമതിയുടെ തെളിവായി പത്രാദൃശ്യ മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എതിരെ വന്നിട്ടുള്ള ഈ അപവാദ പ്രചരണത്തെ നേരിടണം എന്നത് ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, എനിക്കോ അല്ലെങ്കിൽ മേലാടയിൽ വാപ്പുട്ടിക്കോ വേണ്ടി മാത്രമല്ല, പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങളതിന് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിൽ ഞങ്ങൾ 2020 അഡ്വക്കേറ്റ് KV നാരായണൻ മുഖേന മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുണ്ടായത്. ആ കേസ് ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി വിധി പറഞ്ഞു. ആ വിധിയിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്ന് കോടതി ഉത്തരവായിട്ടുണ്ട്. ആ നഷ്ടപരിഹാരത്തിന് പുറമെ കേസ് ഫയൽ ചെയ്ത തീയതി മുതൽക്ക് ഇന്നേ വരേക്ക്, അല്ലെങ്കിൽ എന്നാണോ പൈസ അടയ്ക്കുന്നത് അന്ന് വരേക്ക് 6% നിരക്കിൽ പലിശയും ഉൾപ്പെടെ തരണം.
കൂടാതെ ഞങ്ങൾക്ക് കോടതി ചെലവും തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു ചാനലുകളിലും പത്രങ്ങളിലൊക്കെ നിരന്തരം ന്യൂസുകൾ വന്നിരുന്നത്. ആ ന്യൂസുകൾ വരുമ്പോഴൊക്കെ അത് ഞങ്ങൾ വളരെ ഭരണസമിതി തന്നെ ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെല്ലാം ഡെസ്കിലടിച്ചുകൊണ്ടാണ് ഇതൊരു വിജിലൻസ് അന്വേഷണത്തിന് വിടണമെന്ന് പിന്നെ ഭരണപക്ഷത്തേക്കാൾ മുമ്പിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ വിജിലൻസ് വിടാതെ ഇരിക്കുകയും അവർ കൃത്യമായി അവർക്ക് തന്നെ ഒരു തെളിവുകൾ ഒന്നും തന്നെ അവരിത് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിത് വളരെ കൃത്യമായി അവർക്ക് തെളിവുകൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിത് അതൊരു കേസിന് പോകുന്നതോ അതല്ലാതെ മറ്റു ബന്ധപ്പെട്ട മറ്റൊരു നടപടിക്കും ഞങ്ങൾ പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അത്തരം ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും നമുക്ക് അനുകൂലമായ ഈ വിധി കിട്ടുകയും അതിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട മാനനഷ്ടം നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഇന്നലെ നടന്ന വിധിയിൽ വളരെയധികം സന്തോഷം. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട INTUC തെങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കോടതിപ്പടി PWD ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെ ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക. പഴയ ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിലെ വീതി കുറച്ചുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. പരാതികൾ പരിഹരിച്ച് അതിവേഗം നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ INTUC തുടർ സമരങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച PR സുരേഷ് പറഞ്ഞു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത സ്ഥിതി. അവിടെ പ്രായമായ ആളുകൾ ശ്വാസം മുട്ടുകൊണ്ട് അതിദയനീയമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. അവിടുത്തെ കൊച്ചുകുട്ടികൾ ദൈനംദിനം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അവിടുത്തെ ജനലുകളും വാതിലുകളും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വാഹനങ്ങൾ ആ വഴിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ആ പ്രദേശവാസികളൊക്കെ കിലോമീറ്റർ കണക്കിന് നീളുന്ന പ്രദേശവാസികളൊക്കെ അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെതിരെ ഒരു പരിഹാരം കാണണം. അതിശക്തമായ സമരത്തിലേക്ക് INTUC നീങ്ങുമെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നത്. INTUC തെങ്കര മണ്ഡലം പ്രസിഡന്റ് K ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. VV ഷൗക്കത്ത് അലി, കുരിക്കൽ സെയ്ദ്, അരുൺകുമാർ പാലകുർശി, മണികണ്ഠൻ വടശ്ശേരി, M അജേഷ്, ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ജ്ഞാനോന്മുഖ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ET മുഹമ്മദ് ബഷീർ MPക്ക് മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി. കൂടെയുണ്ട് MP പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ നടന്ന സംഗമത്തിലാണ് യൂത്ത് ലീഗ് മണ്ഡലം നേതാക്കൾ നിവേദനം നൽകിയത്. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി 7 കേന്ദ്രങ്ങളിലാണ് ET മുഹമ്മദ് ബഷീർ MPയുടെ കൂടെയുണ്ട് MP സംഗമങ്ങൾ നടന്നത്. ET മുഹമ്മദ് ബഷീർ MP നിവേദനങ്ങളും പരാതികളും സ്വീകരിച്ചു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പദ്ധതികൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ET മുഹമ്മദ് ബഷീർ MPക്ക് നിവേദനം നൽകി. മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാഫി, ജനറൽ സെക്രട്ടറി KM ഫത്താഹ് എന്നിവരാണ് നിവേദനം നൽകിയത്. തൊഴിലധിഷ്ഠിത സാങ്കേതികവിദ്യ നൽകാൻ ഉതകുന്ന കേന്ദ്ര പഠന കേന്ദ്രം തുടങ്ങാൻ നടപടിയെടുക്കണം. പെരിന്തൽമണ്ണയിലെ അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടുത്തി പുതിയ കോഴ്സുകൾ അനുവദിക്കണം. മലബാർ ഭാഗങ്ങളിലെ കുട്ടികൾക്ക് അലിഗഡ് കേന്ദ്രത്തിൽ നിശ്ചിത ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്നും യൂത്ത് ലീഗിന്റെ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ നവീകരിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ എത്തുന്ന യാത്രക്കാർക്ക് നിലമ്പൂർ ട്രെയിനുകൾ ലഭ്യമാവുന്ന രൂപത്തിൽ സമയക്രമീകരണം നടത്തണം. ക്യാൻസർ രോഗികൾ കൂടുതലായി ആശ്രയിക്കുന്ന രാജറാണി എക്സ്പ്രസ് നിലവിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥിതിയാണ്. രാജറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ വരെ നീട്ടണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തി ഭൗതിക സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണമെന്നും യൂത്ത് ലീഗ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. DGP
കാലത്തെങ്കിലും മറിച്ചൊരു മറുപടി ഉണ്ടോ എന്നാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മോഹൻ ഭഗവത് തരുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന പണിയാണ് ഇവിടെ നടന്ന സംഭവം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് വിഷയം എന്തിനാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നുള്ള ചോദ്യമാണ്. രണ്ട് ചോദ്യം അതിനകത്തുണ്ട്. ആരാണ് കലക്കിയത്, എന്തിനു വേണ്ടി കലക്കി? ആ തൃശ്ശൂർ പൂരം അലമ്പാക്കിയത് ആരാണ്? ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനകത്ത് പറഞ്ഞു, ആരാണ് എന്ന് ഇപ്പോഴും അറിയാത്ത ഒരു റിപ്പോർട്ടിന്റെ പേരിൽ എന്തിനാണ് മാധ്യമങ്ങളെ, കോൺഗ്രസുകാരെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, ജിതേഷ് മോഴിക്കുന്നം, KR നാരായണസ്വാമി, ഉമ്മർ കീഴായൂർ, സെയ്ദ് കോടനാട്, K. സന്തോഷ് കുമാർ, K. അഭിലാഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മൈക്രോ ഫിനാൻസ് പണമിടപാട് സ്ഥാപനങ്ങൾ വായ്പാ തിരിച്ചടവ് വൈകുന്നതിൻ്റെ പേരിൽ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്നതായി ശിവസേന നേതാക്കൾ. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെ EDക്ക് പരാതി നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി MS സുനീഷ്, C. അനന്തനാരായണൻ, ശ്രീജിത്ത് വെള്ളിനഴി, ചന്ദ്രമോഹൻ തുടങ്ങിയവർ ശ്രീകൃഷ്ണപുരം മീഡിയ സെന്ററിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വൈകുന്നേരം 5 മണിക്ക് ശേഷം 8 മണിക്കും 9 മണിക്കും അങ്ങനത്തെ സമയങ്ങളിലാണ് വീടുകളിൽ കയറിയിട്ട് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നത്. ഈ വലമ്പലിമംഗലം ഭാഗത്തൊക്കെ ഈ ഒരു ഭീഷണി കാരണം കൊണ്ട് ചില കുടുംബങ്ങൾ തന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥകളും അതുപോലെ ചില ആളുകൾക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥകളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ, നിയമ നടപടികൾ മാത്രമല്ല, പിന്നെ ഈ അണ്ണന്മാരെന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം പലിശക്കാർ, അണ്ണന്മാരെന്നാണ് പറയണത്. നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ അണ്ണന്മാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം, അവരും ഇതേപോലെ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശിവസേന ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നുണ്ട്. ശിവസേനയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. യാതൊരു തരത്തിലുള്ള രേഖയുമില്ലാതെ വരുന്ന ആളുകളെ നമ്മൾ നടു റോഡിൽ പിടിച്ചു നിർത്തിയിട്ട് പോലീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിക്കും. ആ രീതിയിലുള്ള ശക്തമായ തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും ശിവസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇത് കുന്നംകുളം കേന്ദ്രീകരിച്ചിട്ട് ഒരു കമ്പനികളാണ് അധികവും ഇവിടെ ധനകാര്യ സ്ഥാപനം ഇങ്ങനെ പേപ്പറൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഓരോ ശാഖകൾ വന്നിട്ട് പല ഇടങ്ങളിലും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ ഒരു ഷട്ടർ എടുക്കുക, 4 സ്റ്റാഫിനെ വെക്കുക, വീട്ടിൽ ആ കാശ് കെട്ടിയിട്ടില്ല വെച്ചാൽ ഭീഷണിപ്പെടുത്തിയിട്ട് വീട്ടിലിരിക്കാൻ തൊഴിലില്ലാതെയാണ് എല്ലാവരും ഇത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ കട എടുക്കാൻ എല്ലാവരും പ്രവണത ചെയ്യും. പക്ഷേ ഇവർ പറയണത് നിങ്ങൾ ഒപ്പിട്ട് വന്നിട്ടാണ് 7 മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലിരിക്കാം, 24 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലിരിക്കാം എന്ന് സമ്മതമാണ് എന്നും പറഞ്ഞാണ് നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ടെന്ന് പറഞ്ഞിട്ടാണ് പലയിടത്തും ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഭീഷണികളിൽ ഈ ഓണത്തിന് പോലും തരം പോലെ ഭക്ഷണം കഴിക്കാത്ത കുടുംബങ്ങൾ അനവധിയാണ്. നമ്മൾ നേരിട്ടിട്ട് 2-3 കേസിൽ അതിൻ്റെ സോൾവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവർ നമ്മളോടടക്കം ഒരു ഗുണ്ടായിസം മോഡലിലാണ് അവർ വർത്തമാനം പറയുന്നത്. അതിൽ സ്ത്രീകളും ഉണ്ട്. ഗുണ്ടായിസം മോഡലിൽ വർത്തമാനം പറയാൻ സ്ത്രീകളും കൂടെ നിന്നിട്ടാണ്. ഇത് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടാണോ ഇവർ വിടുന്നത് പോലും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഇത്തരം ഗുണ്ടായിസങ്ങൾ ഒരു വീട്ടിലും നടത്തരുത് എന്ന് നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് നമ്മുടെ സംഘടന അതിനെതിരെ പ്രവർത്തിക്കും എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയുകയാണ്. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി തഹസിൽദാരുടെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നത്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നത്. നേരത്തെ കയ്യേറ്റങ്ങൾ സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. കയ്യേറ്റം നടത്തിയവർക്ക് സ്വയം പൊളിച്ചു മാറ്റാനുള്ള സമയവും നൽകിയിരുന്നു. തുടർന്നും കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റാത്ത ഇടങ്ങളിലാണ് ഇപ്പോൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ നടക്കുന്നത്.
പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിക്കുന്നതെന്ന് തഹസിൽദാർ സൂചിപ്പിച്ചു. വ്യാപകമായുള്ള കയ്യേറ്റങ്ങൾ പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. നിയമപ്രകാരം സർവേ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് നിയമാനുസരണം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. വളരെ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് കെട്ടിട ഉടമസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബലപ്രയോഗം ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ കയ്യേറ്റം, ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അത് ഒഴിപ്പിക്കുന്നുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ നീള IPT റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള അറിയിക്കുകയാണ്. 85 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. കിഫ്ബി വഴിയാണ് തുക അനുവദിച്ചിട്ടുള്ളത്. KRFBയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം. അമ്പലപ്പാറയിൽ തരിശുഭൂമിയിൽ ഇനി നെല്ല് വിളയും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തരിശുനിലം കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി നടീൽ ഉദ്ഘാടനം നടന്നു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയിൽ തരിശുനിലം കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടീൽ ഉദ്ഘാടനം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കടമ്പൂർ, മേലൂർ വാർഡുകളിലായി 66 ഏക്കറോളം സ്ഥലമാണ് കൃഷിയോഗ്യമാക്കുന്നത്. K. പ്രേംകുമാർ MLA കടമ്പൂരിൽ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. മേലൂർ പാടശേഖരത്തിലെ നടീൽ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. മുഹമ്മദ് ഖാസിമിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ UV ദീപ, വാർഡ് മെമ്പർ A. വിജിത, കടമ്പൂർ ഹൈസ്കൂളിലെ NSS യൂണിറ്റിലെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, കർഷകർ, കൃഷി അസിസ്റ്റന്റുമാരായ പ്രമോദ് കൃഷ്ണ, S. അഞ്ജിത, KV ദൃശ്യ എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തബാധിതർക്കായി AIYF മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി നടത്തിയ പായസ ചാലഞ്ചിൽ ലഭിച്ച തുക കൈമാറി. AIYF ജില്ലാ സെക്രട്ടറി ഷാജഹാൻ തുക ഏറ്റുവാങ്ങി. വയനാട് ദുരന്തബാധിതർക്കായി AIYF സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 10 വീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥമാണ് ഓണത്തോടനുബന്ധിച്ച് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട്, തെങ്കര, കുമരംപുത്തൂർ സംയുക്തമായി നടത്തിയ ചലഞ്ചിലൂടെ ശേഖരിച്ച 1,600,000 രൂപ ജില്ലാ സെക്രട്ടറി ഷാജഹാൻ സ്വീകരിച്ചു. കേരളത്തിലെമ്പാടും AIYF വയനാടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിരവധിയായ പ്രചരണങ്ങളും ക്യാമ്പയിനുകളെല്ലാം തന്നെ ഉണ്ട്. ആ ക്യാമ്പയിൻ്റെ ഒരു ഭാഗമാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് നടത്തിയ ഈ പായസ ചാലഞ്ച്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില തൽപര കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം AIYF പോലെയുള്ള യുവജന സംഘടനകൾ ഏറ്റെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കേരള സമൂഹം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ സജീവമായി നിർലോഭമായ പിന്തുണ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളം ഒരു ദുരന്തം വരുമ്പോൾ എല്ലാ മാനവികത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എല്ലാ കാലത്തും മലയാളിയും കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു മാനവിക ബോധം ഈ ദുരന്ത മുഖത്തും മലയാളി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഭാഗമായിട്ടാണ് AIYF ഏറ്റെടുത്തുള്ള ഈ ക്യാമ്പയിനുകളിലെല്ലാം തന്നെ വലിയ വിജയമായിട്ട് മാറിയിട്ടുള്ളത്. മണ്ണാർക്കാട് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ AIYF മണ്ഡലം സെക്രട്ടറി ഷാഫി നറുകോട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അസീസ്, നേതാക്കളായ ബോബി ജോയ്, ഭരത് ചേറുംകുളം, ഷനൂബ്, സതീഷ്, ഷാഫി കുറ്റിക്കോടൻ, മുത്തു തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ സേവന പ്രവർത്തനത്തിന് USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീസ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് അംഗീകാരം നേടി താഴേക്കോട് മാട്ര സ്വദേശി അറിഞ്ഞിക്കൽ അബൂബക്കർ. 1982 മുതൽ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അബൂബക്കർ ഇന്നും സജീവമാണ്. സാമൂഹ്യ സേവനം, ആദിവാസി സംരക്ഷണം, പ്രകൃതി സംരക്ഷണം എന്നീ മേഖലയിൽ 42 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അറിഞ്ഞിക്കൽ അബൂബക്കർ. ഇതിൽ സാമൂഹ്യ സേവനത്തിനാണ് പീസ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് അംഗീകാരം അബൂബക്കറിന് ലഭിച്ചത്. പ്രശസ്തി പത്രവും മെഡലും അടങ്ങുന്ന അവാർഡ് ഓഗസ്റ്റ് 1 ചെന്നൈയിൽ നിന്നാണ് അബൂബക്കർ ഏറ്റുവാങ്ങിയത്.
കുട്ടിക്കാലത്ത് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാലം വന്നാൽ അഷർനർക്ക് തുണയാകണമെന്ന് അന്ന് എടുത്ത തീരുമാനമായിരുന്നെന്നും അബൂബക്കർ പറഞ്ഞു. എനിക്ക് സംഭവിച്ചതും മറ്റൊരു സംഭവിക്കരുത്. കാരണം ഇന്ന് വെറും ജാതിയുടെ പുറകെ പോണതോ മാത്രം, പാശിൻ്റെ പുറകെ പോകണല്ലോ. ഞാനും ചിന്തിച്ചത് മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനെ മരിക്കുക. നമ്മൾ ഈ ശ്വാസം കയറുന്ന ഇറങ്ങിയില്ലെങ്കിൽ കഴിഞ്ഞു. വെറും പാഴ്വസ്തു, ഡെഡ് ബോഡി. നമ്മളെ ശ്വാസം വഴിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. നമുക്ക് നമ്മളെ ശ്വാസത്തിൻ്റെ സമയത്ത് നല്ല കാര്യം ചെയ്താൽ അത് നാളേക്ക് കാര്യം കിട്ടുന്നത് മാത്രമേ നിൽക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ കോടികൾ സംഭവിച്ചു. അതിൽ 80% നാട്ടുകാർ തോന്നുന്നു ഞാൻ പറയാം. ഞാൻ എന്നെ മറന്നുപോയത് മാത്രം. അത് ഒരു എന്താ പറയുക, വാനപ്പസ് എന്ന് പറയും. സ്വയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അതുപോലെയാണ് തോന്നുന്നത്. അതെനിക്ക് ഞാൻ ഇപ്പോഴും സംതൃപ്തനാണ്. 1982 വിദേശത്ത് പോയ അബൂബക്കർ അന്ന് കിട്ടുന്ന പണത്തിലെ ഭൂരിഭാഗവും പാവപ്പെട്ടവരെ സഹായിക്കാനാണ് നീക്കിവെച്ചിരുന്നത്. 2008 മുതൽ നാട്ടിൽ സ്ഥിരതാമസമാണ്. ഇന്നും പല കുടുംബങ്ങൾക്ക് അത്താണിയാണ് 63-കാരനായ അബൂബക്കർ. SSK ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം BRC തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. SSK ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം BRC തല ഉദ്ഘാടനമാണ് അമ്പലപ്പാറയിൽ വെച്ച് നടന്നത്. അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി K. ആദിത്യന്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം, അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാ വിധത്തിലും ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ മാഷ് സൂചിപ്പിച്ചു, നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് എങ്ങനെയാണ് നീളുന്നത്? ഓണത്തിന്റെ ഇന്നിപ്പോ എന്നും ഓണാണ്. നമുക്ക് ഇന്ന് പണ്ട് മാവേലി നാട് വാണിയിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലെ, എല്ലാം ഓണാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന BRCക്ക് കീഴിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ എത്തി ഓണസമ്മാനങ്ങൾ കൈമാറി. ഒറ്റപ്പാലം BPC K. പ്രഭാകരൻ അധ്യക്ഷനായി. കടമ്പൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ K. സുരേഷ്, BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ, അധ്യാപകരായ N. ഹരിദാസൻ, M. ബേബി തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ E. ഉഷ സ്വാഗതവും MT ഷെഫീർ നന്ദിയും പറഞ്ഞു. നർച്ചിങ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സെപ്റ്റംബർ 29 ഞായറാഴ്ച പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻ്ററിൽ നടക്കും. മാറുന്ന പഠന രീതികൾ, ക്ലാസ് മുറികളിലെ ചിന്തകൾ, വിദ്യാഭ്യാസ രംഗത്തെ അനന്ത സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലികമായ സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകരുടെ ശാക്തീകരണം, തലമുറ മാറ്റത്തെക്കുറിച്ചും അധ്യാപന രംഗത്തെ പ്രായോഗികമായ നൂതന സംവിധാനങ്ങളെക്കുറിച്ചും അവബോധം നൽകുക, ധാർമ്മിക മൂല്യവും വിശ്വാസ വിശുദ്ധിയും പകർന്നു നൽകുക, മാനവികമായ വിഷയങ്ങളിൽ അധ്യാപക ഇടപെടലുകളും വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ പ്രചാരണത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ ടീച്ചേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. N. ശംസുദ്ദീൻ MLA മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP. നസീഫ് അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഖുർആൻ പ്രകാശം, വിദ്യാലയങ്ങൾ ലിബറലിസത്തിന്റെ പരീക്ഷണശാലകളോ, കാവ്യ കലരുന്ന കരിക്കുലം, അധ്യാപകൻ ഗുരുവും നാഥനും, വിദ്യാഭ്യാസത്തിലെ പുതുവഴികളും ചതിക്കുഴികളും, വിശ്വാസം, വിശുദ്ധി, കുടുംബം എന്നീ വിഷയങ്ങളിലുള്ള വിവിധ സെഷനുകളാണ് സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. മാറുന്ന ക്ലാസ് റൂം ചിന്തകൾ, ക്ലാസ് റൂം അനന്ത സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അധ്യാപക സംഘടനാ പ്രതിനിധികളായ KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള, KSTA മലപ്പുറം ജില്ലാ സെക്രട്ടറി T. രത്നാകരൻ, KPSTA ജില്ലാ പ്രസിഡന്റ് KV മനോജ് കുമാർ എന്നിവർ അതിഥികളായി പങ്കെടുക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ്, വൈസ് പ്രസിഡന്റ് ഫൈസൽ മൗലവി പുതുപ്പറമ്പ്, വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് K. താജുദ്ദീൻ സുലാഹി, ജനറൽ സെക്രട്ടറി TK നിഷാദ് സലഫി തുടങ്ങിയവർ വൈജ്ഞാനിക സദസ്സുകൾക്ക് നേതൃത്വം നൽകും. കുടുംബസമേതം സംഗമിക്കുന്ന അധ്യാപകരുടെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ബട്ടർഫ്ലൈസ് കളിത്തൊട്ടിലൊരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നമ്മൾ റോയൽ ഹോൾ ഉണ്ടല്ലോ, വേറെ സെഷനായിട്ട് അവർക്ക് ഇപ്പോൾ ഭാര്യ ഭർത്താവും അധ്യാപകരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വെച്ച് പോരാൻ കഴിയും. സ്വാഭാവികമായിട്ട് അവർക്കും കൂടി ഈ മൊബൈൽ രംഗത്തെ കുട്ടികളൊക്കെ മൊബൈലിൽ ഇതാണ്, അതിനൊക്കെ പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട അസൈൻമെന്റുകൾ
കിഡ്സ്, അതിന് പറ്റിയ കിഡ്സിന് പറ്റിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നസീഫ്, സെക്രട്ടറിമാരായ ഫിറോസ് ഖാൻ സുലാഹി, കെ സിനാജുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് കെ നിസാർ സുലാഹി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപം മാരുതി ആൾട്ടോ കാറിന് തീപിടിച്ചു. ആളപായമില്ല. ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് ഹക്കീമിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. കോങ്ങാട് നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന ചെറുപ്പശ്ശേരി സബ് ജില്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി 200ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെന്റ് നടന്നത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിയും TSNM കുണ്ടൂർകുന്ന് റണ്ണേഴ്സപ്പുമായി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികളും GVHSS ചെർപ്പളശ്ശേരി റണ്ണേഴ്സപ്പുമായി. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികളായപ്പോൾ TSNM കുണ്ടൂർകുന്ന് റണ്ണേഴ്സപ്പായി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ MNKM VHSS പുലാപ്പറ്റ വിജയിയായി. GVHSS ചെർപ്പളശ്ശേരിയാണ് റണ്ണേഴ്സപ്പ്. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ MNKM VHSS പുലാപ്പറ്റ വിജയികളായപ്പോൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണേഴ്സപ്പായി. മാലിന്യമുക്ത നാടിനായി പ്രയത്നിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് സ്നേഹാദരവുമായി വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ NSS ദിനാചരണം. പഞ്ചായത്തിലെ 20 ഹരിത കർമ്മസേനാംഗങ്ങളെയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയും അവ വേർതിരിച്ച് കയറ്റി അയക്കുകയും ചെയ്യുന്ന 20 ഹരിത കർമ്മസേന അംഗങ്ങളെയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത്. ഹരിത കർമ്മസേനയ്ക്ക് സ്നേഹാദരം എന്ന് പേര് നൽകിയ സദസ്സ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ N ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് N ഷാജഹാൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് V അബ്ദുൽ ലത്തീഫ്, പ്രധാനാധ്യാപകൻ KA അബ്ദുമനാഫ്, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ, ഹരിത കർമ്മസേന കെയർടേക്കർ സുലൈഖ, ഹരിത കർമ്മസേന സെക്രട്ടറി P സാജിദ, പ്രസിഡന്റ് E ശാന്ത തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ സേവന സന്നദ്ധ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാരിന്റെ കീഴിൽ 1969 ആരംഭിച്ച സന്നദ്ധ സംഘടനയാണ് NSS. എല്ലാ വർഷവും സെപ്റ്റംബർ 24 NSS ദിനമായി ആചരിച്ചു വരുന്നു. വാണിജ്യ വാർത്തകൾ. സാമ്പത്തിക ഇടപാട് രംഗത്ത് 37 വർഷത്തെ പാരമ്പര്യമുള്ള വികാസ് ഗ്രൂപ്പ് കാർഷിക മേഖലയിലേക്കും. വികാസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പുനത്തിൽ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക മേഖലയ്ക്കപ്പുറം സാമൂഹിക മേഖലയിലേക്കും കൂടി ചുവടുവെച്ചാണ് 37 വർഷത്തെ പാരമ്പര്യമുള്ള വികാസ് ഗ്രൂപ്പ് കാർഷിക രംഗത്തേക്കും ഇറങ്ങുന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചന്തപ്പുര KJK കോംപ്ലക്സിൽ ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പുനത്തിൽ ജയകൃഷ്ണൻ നിർവഹിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് ഇങ്ങനെ എത്തി, അങ്ങനെ ഒരു സ്ഥാപനം എത്താൻ വഴുകി എന്നുള്ളതാണ്, എന്തുകൊണ്ട് ഇത്രയും വഴുകി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഇനിയും ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ ഇവർ സഹായങ്ങൾ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഈ സഹകരണങ്ങൾ തിരിച്ചും നമുക്ക് ഇവരെ സഹകരിച്ച് ചെയ്യണം. ഈ ശ്രീകൃഷ്ണപുരത്ത് വന്ന ഒരു വ്യക്തിയും പിന്നോക്ക് പോകാനുള്ള ഇട ഇതേവരെ വന്നില്ല. ഞാൻ 95 ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ കയറിയ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ
ഈ ശ്രീകൃഷ്ണപുരത്ത് ജനങ്ങൾ എന്നെ എത്രത്തോളം എന്നെ കയ്യിലെടുത്തു, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ സഹകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത്. ഇതേമാതിരി തന്നെ ശ്രീകൃഷ്ണപുരത്ത് വന്ന ഒരു സ്ഥാപനങ്ങളും ഇന്ന് പുറകോട്ടടിക്കാനുള്ള കാരണങ്ങൾ എത്തിയിട്ടില്ല. സൊസൈറ്റി ഡയറക്ടർ TM ലത, ബിസിനസ് ഹെഡ് ഹരിദാസ്, HR മാനേജർ ജോൺ, അക്കൗണ്ടന്റ് മാനേജർ നിമേഷ്, IT മാനേജർ അനീഷ്, ബ്രാഞ്ച് മാനേജർ ഹരിശങ്കർ, വ്യാപാരി വ്യവസായി സമിതി അംഗം ശങ്കർ നാരായണൻ എന്നിവർ സംസാരിച്ചു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ആട്, കോഴി, പന്നി വളർത്തൽ തുടങ്ങി വിവിധ ഇനം പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് കർഷകരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുകയും കർഷകർക്ക് ധനസഹായം നൽകുന്നതുമാണ്. കാർഷിക മേഖലയിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച് കർഷകർക്ക് അറിവ് നൽകുന്ന വിവിധ ക്ലാസുകളും സംഘടിപ്പിക്കും. മെമ്പർമാർക്കായി ആകർഷകമായ നിക്ഷേപ പദ്ധതികളും വികാസ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ സാമ്പത്തിക രംഗത്ത് 37 വർഷത്തെ സേവന പാരമ്പര്യമുള്ള വികാസ് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതിൻ്റെ ആദ്യത്തെ ശാഖയാണ് ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. കൃഷി അനുബന്ധ മേഖലകളിൽ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നൂതന മാറ്റങ്ങളെക്കുറിച്ച് കർഷകർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം തന്നെ മെമ്പർമാരിൽ നിന്ന് ധനശേഖരണം ചെയ്ത് ഇത്തരം കർഷകർക്ക് വേണ്ടി അവർക്ക് ധനസഹായം ചെയ്തു കൊടുത്ത് അത്തരത്തിലുള്ള ധനസഹായത്തിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം മെമ്പർമാരിലേക്ക് തന്നെ തിരിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ ഇത്തരം അറിവുകൾ ലഭിക്കുന്ന ക്ലാസുകൾ കർഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൂടി വികാസ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യമാണ്. അപ്പം അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറം ജില്ലയിൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നു. ഒക്ടോബർ 1 മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ അനുവദിക്കില്ല. പൊതുജനങ്ങളും വ്യാപാരികളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ. ഒക്ടോബർ 15 മുതൽ പരിശോധനയും നടപടിയും ഉണ്ടാകും. അട്ടപ്പാടിയിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി. ഷോളയൂർ തേക്കുമുക്കിയൂരിലെ വള്ളി കൊല്ലപ്പെട്ട കേസിലാണ് രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് മണ്ണാർക്കാട് SC/ST കോടതി കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യത്തുങ്കര സ്വദേശി മുഹമ്മദ് ഷെറീഫാണ് വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റിലായത്. നെല്ലായ പഞ്ചായത്ത് അംഗമായിരിക്കെ കുടിവെള്ള വിതരണത്തിന് കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായതായി N ജനാർദ്ദനും ലീഗ് നേതാവ് മേലാടയിൽ വാപ്പുട്ടിയും. തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഇതോടെ വ്യക്തമായെന്നും നേതാക്കൾ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധം. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.